ഹൈ എന്നെ കാണാൻ ഞാൻ കൊറേ ദിവസമായി തിരഞ്ഞെടുക്കുന്നത്. എന്താണ് എന്താണ്? ഞാൻ എന്റെ പേര് 2 പ്രാവശ്യം വന്ന് എന്നെ കണ്ടില്ലല്ലോ. എന്നെ കണ്ടില്ല. ഇപ്പൊ ഞാൻ അവിടെ ഇല്ലല്ലേ? അറിഞ്ഞാ എന്താണ് അഡ്മിറ്റ് ആക്കിയത്? ഇല്ല. ആശുപത്രിയിൽ ഇജ്ജ് പോയി അറിഞ്ഞിട്ടില്ല? എങ്ങനെ അറിയാം? കല്യാണം കല്യാണത്തിന് പോയില്ല. എന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് അഡ്മിറ്റ് ആക്കി കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇമ്മൊക്കെ പോയി കാണാന്. എന്നിട്ട് അതെന്താ ചണ്ടാ ജീവെല്ലാം തിന്നാൻ കിട്ടിച്ചിട്ട് പോയതാവും. അറിയാലോ. എനിക്കറിയാം. ഞാൻ ഇമ്മൊക്കെ പോയിട്ടാ. അത് ഇമ്മ അറിഞ്ഞു എന്നോട്. പോക്കരാക്കാർക്ക് വെച്ചാ നമുക്ക് കാണാൻ പോകാറുണ്ട്. പോക്കരാക്കല്ലേ ഇപ്പൊ എന്താണ് ഈ പാർട്ടിക്ക് നിക്കണത്? പോക്കരാക്ക ആദ്യം ആരും മുണ്ടാത്ത ഒരാളല്ലേ. പോക്കരാക്കല്ലേ പെരയെ പോയിട്ട് നോക്ക് ഇമ്മ പറയുന്നു. എന്റെ അമ്മ അടങ്ങിയ ഒരാളെ കിട്ടിയ ഇമ്മ കളിയാക്കൂല. കളിയാക്കി പറയൂല്ലേ? കളിയാക്കും. പരിഹസിക്കും. ഇമ്മ കാര്യം പറയും. അതാണ് ആൾക്കാര് മോനെ നടന്ന് പറയും. കെണിയ പറഞ്ഞു അതാത്ത കെണിത്തിയാണ് കെണിയത്തിയാണ്. എന്റെ ഉമ്മ ഇന്ന് വരെ ഒരാളെ പറ്റി കെണി പറഞ്ഞിട്ടില്ല. പോക്കരാക്ക ഇപ്പൊ ഈ പാർട്ടിയിൽ മത്സരിക്കണ്ടല്ലോ. അപ്പൊ പോക്കരാക്ക എല്ലാരും കണ്ടാലും അതിപ്പോ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ നടന്നു ചേച്ചി. ആദ്യം പോക്കരാക്ക ഉണ്ടാത്ത പോക്കരാക്കല്ലേ ആദ്യം മുണ്ടിന്നില്ല. ഇപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടി ചിരിച്ച് ചിരിച്ചിട്ട് പോക്കരാക്കാന്റെ ചിരി കൂടി അത്രേ. ശരി, അങ്ങനെയാണ്. അങ്ങനെ ചെടി ഇങ്ങനെ അയക്കുന്നു. ഡോക്ടർക്ക് കൊണ്ടുപോയി അത് കാണാൻ പോയത് ഞങ്ങള്. മോനെ വരുമ്പോ എന്നോട് അറിയുന്നു പോക്കരാക്കാനെ കണ്ടെങ്കിൽ ചിരിക്കിട്ടുള്ളൂ. മൂക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ചിരിക്കണ്ട ഇമ്മ അറിഞ്ഞിട്ട് വരുമ്പോ ഉമ്മ പറഞ്ഞു എന്നോട് ചിരിക്കണ്ട. എന്നിട്ട് ഇമ്മ വരുമ്പോ എന്നോട് ഒരാളോ ഏടാക്ക് പോക്കരാക്കാന്റെ കിടപ്പ് കണ്ടിട്ട് ചിരി ഒതുക്കാൻ പറ്റില്ല. ഇമ്മാക്ക് ചിരി വന്നിട്ടത്രേ. എന്നിട്ട് ഉമ്മ അറിയാൻ ഉമ്മാക്ക് പേടിയായി. ഞാൻ അവിടെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഉമ്മ ചിരി ഒതുക്കി. ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിലേ മസലാവൂലേ? ചിരിച്ച പോക്കാന് ചിരി ശരിയാവും. കാരണം മൂപ്പരും ചിരിച്ചല്ലേ ചെറിയാണ് ശരിയായിക്കോളൂ. ഞാൻ ചിരിക്കാൻ ചിന്തിച്ചണ്ടാ പോക്കരാക്കാനെ കരിതാത്തുണ്ട്. കരിതാത്തുണ്ടല്ലോ, കരിതാത്ത ചായ എത്തി വന്നു. അപ്പൊ ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കിയെന്ന് നിന്നിട്ട് ചായ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ചിരിച്ചില്ല. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഒരാളെ കളിയാക്കണമെന്ന്. അതൊന്നും പാടില്ലല്ലോ. എന്നാലും ഞങ്ങളെ നേരെ എന്ത് ചെയ്യുന്നില്ലേ? അല്ല കളിയാക്കാൻ പാടില്ലാട്ട് കളിയാക്കണില്ല. എന്താ അയാള് നിലം തരുന്ന അയാള് കാണാൻ ഭയങ്കര കാട്ടിക്കൂട്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഈ വോട്ടെടുപ്പ് ഉണ്ടിച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടാനാ. അത് എല്ലാരും അങ്ങനെ തന്നെ അല്ലേ? സ്ഥാനാർത്ഥി അത്ര അല്ല അതിന്റെ മുന്നേ എന്നോടൊന്നും ഉണ്ടിരുന്നില്ല. ഒരു അയാളെ വണ്ടിയുമ്പോ ഞാൻ നാളെ കഴിച്ചെത്തിയപ്പോ പിന്നെ ചെവിക്കുണ്ട് പിടിച്ചിട്ടൊരു നെക്കല്. എന്നിട്ട് പറയാ കുരുത്തം കെട്ടനെ ചാവാൻ മടിച്ചടച്ച് വോട്ടിന് നടക്കുന്നത്. ഞാന് വണ്ടിമ്മ കയറാൻ വേണ്ടി നടക്കാണ്ട് ശരിയാലോ പറഞ്ഞത്. മേല് കയറിട്ടുണ്ടാലോ, വണ്ടി മേത്ത് കയറിണ്ടാലോ. അയാൾക്ക് നിർത്തിയാ പോരെ, ഞാൻ ഇരിക്കുമല്ലോ. അപ്പൊ അതിന്റെ അഹങ്കാരം നോക്കി എന്നിട്ട് വേണ്ടിട്ടാണ്. എങ്ങനെയല്ല ചെറിയ ശരിയാവട്ടെ. ചെറി ശരിയാവട്ടെ. ചെറി ശരിയായാലും പിന്നെയും ചിരിക്കേണ്ടി വരും. ഓട്ട് ആയിട്ടില്ലല്ലോ. ഓട്ടാകുമ്പോ പിന്നെയും ചിരിക്കും. ചിരിച്ച് പിന്നെ ഇതാവും. അത് കുഴപ്പമില്ല, അത് ശരിയാക്കിക്കോളും. കുറ്റം പറഞ്ഞ ഭാഗത്തിന് ഇപ്പൊ പറഞ്ഞൊക്കെ കുറ്റല്ലേ? അല്ല അത് കാര്യം പറഞ്ഞത്. കാര്യം പറഞ്ഞ തന്നെ കുറ്റം. എന്താ ജാനേച്ച് പറയുന്നാള് വിമാനം പറ്റിട്ട് ഉമ്മാനെ കുറ്റം പറയും. ഉമ്മാന്റെ മോനല്ലേ ജി? അപ്പൊ അടുത്ത കൂടെ പോകാതിരിക്കുമല്ലോ. കാര്യം പറയാൻ കാര്യം കഴിഞ്ഞിരിക്കില്ല. ഉമ്മ കാര്യങ്ങൾ പറയും. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നല്ലത് പറയുമ്പോളേ ആൾക്കാർക്ക് കണ്ണി കണ്ടൂടാ. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ടല്ലേ?
അപ്പൊ മോനെ ഞാൻ 2-3 കൊറേ ഇങ്ങോട്ട് ഒന്നാമത് എനിക്ക് ഇപ്പൊ മനസ്സിലാക്കണ വരെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വെച്ചാണ് എനിക്ക് ഒന്നാമത് തിരക്കാണ് ഓരോ പണിയും കാര്യങ്ങളും ഞാൻ എന്നെ കണ്ടിച്ചാ പറ്റിന്റെ അവിടെ ഫോട്ടോ എടുക്കുന്നത് ഫേസ്ബുക്കിൽ അതുകൊണ്ടായിരുന്നു അത് ഞങ്ങോട്ട് വന്നത്. ഇന്ന് കുഞ്ഞപ്പോ ഇത് പോയിക്കൊന്നു എന്നെ കണ്ടു പറഞ്ഞില്ലേ സമാനായില്ലേ നാളെ വരണ്ട് എന്തായെന്ന് പോയോക്ക ആയിക്കോട്ടെ ചിരിക്കണ്ട ഇല്ല ഇല്ല ചായ കിട്ടൂല. ആയിക്കോട്ടെ.